അങ്കുലയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായി ഗംഗാവലി പുഴയിൽ ഇന്നും തിരച്ചിൽ തുടരും. രാവിലെ 9 മണിയോടെ ദൗത്യസംഘം സ്ഥലത്തെത്തും. പുഴയിലെ അടിയൊഴുക്ക് ശക്തമായതിനാൽ ഡൈവിംഗ് ദുഷ്കരമാകും. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പ ഇന്നും ദൗത്യത്തിനൊപ്പം ചേരുമെന്നാണ് വിവരം. കൂടുതൽ വിശദാംശങ്ങളുമായി ദീപക് മലയമ്മ ചേരുന്നുണ്ട്. ദീപക്, ഇന്നലെ അർജുനായുള്ള തിരച്ചിൽ 12ാം ദിവസം പുനരാരംഭിച്ചപ്പോൾ നിരാശ മാത്രമാണ് ബാക്കിയാവുന്നത്. ഗംഗാവലി പുഴയിൽ അടിയൊഴുക്ക് ശക്തമായതിനാൽ ഇന്നലെയും ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇന്ന് ഏതൊക്കെ രീതിയിലാണ് രക്ഷാദൗത്യം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ദീപക്? യിലെ 4 സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നലെ ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത്. ഒപ്പം തന്നെ നേവി സംഘവും NDRF സംഘവും അവർക്കൊപ്പം ചേരുകയും ചെയ്തു. നമ്മൾ ആദ്യം തന്നെ കണ്ടതാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ മേജർ ജനറൽ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തുകയും 4 സ്പോട്ടുകൾ അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു. ആ സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയാൽ ലോഹ പാർട്ടുകളുടെ അടക്കം സാന്നിധ്യം സ്ഥിരീകരിക്കാൻ കഴിയുമെന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ ഇന്നലെ പ്രധാനമായും CP4 എന്ന, അതായത് ഈ മൺതിട്ട രൂപപ്പെട്ട ഗംഗാവലി നദിയുടെ ഒത്തനടുക്ക് 132 മീറ്റേഴ്സിൽ രൂപപ്പെട്ട മൺതിട്ടയുടെ തൊട്ടടുത്ത് കണ്ടെത്തിയ CP4 കോൺടാക്ട് പോയിന്റ് 4 എന്ന് പറയുന്ന ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വലിയ രീതിയിലുള്ള പരിശോധനകൾ നടന്നത്. അവിടെ വലിയ അടിയൊഴുക്കുള്ളത് കൊണ്ട് തന്നെ ഈശ്വർ മാൽപ്പയ്ക്കും സംഘത്തിനും ആദ്യം ഇറങ്ങാനുള്ള അനുമതി നൽകിയിരുന്നില്ല. പിന്നീട് ഉച്ചയോടുകൂടിയാണ് അദ്ദേഹത്തിന് അനുമതി കിട്ടുന്നത്. പക്ഷേ ആ സമയമാകുമ്പോഴത്തേക്കും കൃത്യമായ ധാരണയോടുകൂടി അവിടേക്ക് കൂടുതൽ മത്സ്യബന്ധന വള്ളങ്ങൾ ഉൾപ്പെടെ എത്തിച്ച് നേവിയുടെ ഡിഗി ബോട്ടിൻ്റെയൊക്കെ സഹായത്തോടു കൂടി അദ്ദേഹം അവിടെ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കാണുകയും ചെയ്തിട്ടുള്ളതാണ്. വലിയ മുളകൾ കൊണ്ടുവന്ന് അത് ചേർത്ത് കെട്ടി ഒരു പോൾ പോലെ അത് സൃഷ്ടിച്ചെടുത്തിട്ട് ശേഷമാണ് അദ്ദേഹം ഇത്തരത്തിൽ ഡൈവിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയത്. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പല വിധത്തിലുള്ള ശ്രമങ്ങൾ, ഏതാണ്ട് 9 തവണയോളം അദ്ദേഹം ഡൈവിന് ശ്രമിച്ചു, അത്തരത്തിൽ നീക്കങ്ങൾ നടത്തി. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മൾ വൈകുന്നേരം ആ ഒരു മേഖലയിൽ നിന്ന് തന്നെ പകർത്തിയ തത്സമയ ദൃശ്യങ്ങൾ നമുക്കുണ്ട്. ആ ദൃശ്യങ്ങൾ പ്രകാരം CP4 എന്ന മേഖലയിൽ നിന്ന് മാറിക്കൊണ്ട് CP3, അതായത് നമ്മളിങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാം, എന്നാൽ പോലും കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിൽ കണ്ടെത്തിയ കോൺടാക്ട് പോയിന്റ് അല്ല, അതിന് മുന്നോടിയായിട്ടുള്ള ദിവസം 3 പോയിന്റുകൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ആ 3 പോയിന്റുകൾ കേന്ദ്രീകരിച്ച് അതിൽ CP3 എന്ന് രേഖപ്പെടുത്തിയ ഈ മൺതിട്ട നിൽക്കുന്നതിൻ്റെ താഴെ ഭാഗത്തേക്ക്, അതായത് ഗംഗാവലി നദിയുടെ വലതുവശത്തേക്ക്, ആ നദി ഒഴുകുന്ന താഴെ ഭാഗത്തേക്ക് 110 മീറ്ററിൽ ഒരു പോയിന്റ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു CP3. അതിന് തൊട്ടടുത്തുള്ള ഒരു മേഖലയിൽ ഇപ്പോൾ 2 മുള കുത്തിവെക്കുന്ന സാഹചര്യം നമ്മൾ ഇന്നലെ കണ്ടു. ആ ഒരു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് അവിടെ ലഭ്യവുമാണ്. ആ പ്രദേശമാണ് ഇപ്പോൾ പ്രധാനമായും ഒരു സംശയം വെച്ചു പുലർത്തുന്നത്. അതായത് നിരവധിയായ നിഗമനങ്ങളുടെയും ഒപ്പം തന്നെ അവലോകനങ്ങളുടെയും ഒക്കെ ഭാഗമായാണ് ഈ സ്പോട്ടുകളിൽ എവിടെയായിരിക്കാം ലോറി എന്നുള്ള ആലോചനയുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു CP3 എന്ന് പറയുന്ന ഏതാണ്ട് ആ മണ്ണിടിച്ചിൽ നടന്നതിന് ശേഷം ഒരു 50-60 മീറ്റർ താഴ്ചയിലേക്ക് ഒഴുക്കുള്ള ഭാഗത്തേക്ക് രൂപപ്പെട്ട CP3 എന്ന് പറയുന്ന ആ കോൺടാക്ട് പോയിന്റിൽ ഒരു ലോഹ പാർട്ടുണ്ട്, അവിടെ ലോറി ഉണ്ടാകാം എന്നുള്ള നിഗമനം ഉണ്ടായിരുന്നു. പിന്നീടാണ് സ്ട്രോങ്ങസ്റ്റ് സിഗ്നൽ ലഭിച്ചത് CP4 ആണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് വരുന്നത്. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നലെ തെരച്ചിൽ നടത്തി. പക്ഷേ ഇന്നലെ വൈകിട്ട് ഏറ്റവും ഒടുവിൽ വെളിച്ചം വീഴുന്ന ആ ഘട്ടത്തിൽ ഈശ്വർ മൽപ്പയെ ഒരു മൺതിട്ടയ്ക്ക് മുകളിൽ, അതായത് അദ്ദേഹത്തിൻ്റെ മുട്ടോളം വെള്ളമൊഴുകുന്ന ഒരു പ്രദേശത്ത് നിൽക്കുന്നതും അവിടെ മുള കൊണ്ടുള്ള ഒരു പോൾ എന്ന കണക്കിന് 2 മുളകൾ അവിടെ സ്ഥാപിക്കുന്നതും നമുക്ക് കാണാമായിരുന്നു. ആ പ്രദേശത്തായിരിക്കും ഇന്ന് പ്രധാനപ്പെട്ട തിരച്ചിൽ എന്നുള്ളതാണ്. ഇന്നലെ SP നാരായണ വൈകിട്ട് മാധ്യമങ്ങളെ കാണുമ്പോഴും അദ്ദേഹം പറയുന്നത് 4 പോയിന്റിൽ 1 പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം, ഒരു പക്ഷേ ഇന്നത്തോടുകൂടി ഈ ഒരു ദൗത്യം അവസാനിക്കാനുള്ള സാധ്യത കൂടി നമ്മൾ കാണുന്നുണ്ട്. അതായത് ഇന്നലെയൊക്കെ നമ്മൾ അനൗദ്യോഗികമായി ഇവിടുത്തെ MLA യോടും മറ്റ് ആളുകളോടും ഒക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇന്നൊരു ഡിസിഷൻ ഉണ്ടാകുമെന്നുള്ളതാണ്. അതായത് 13 ദിവസം ഈ ഒരു ദൗത്യം തുടരുകയാണ്. കരയിലെ ദൗത്യം അവസാനിപ്പിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് ഗംഗാവലി നദിയിലെ ദൗത്യം മാത്രമാണ്. അതുമാത്രമാണ് ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷയ്ക്കും ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ നേവി സംഘത്തിന് അവിടുത്തെ അടിയൊഴുക്ക് കാരണം അവിടെ ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ടായി, അവർക്ക് അനുമതി കിട്ടാതെ പോയി. അതിന് പിന്നാലെ തന്നെ മത്സ്യത്തൊഴിലാളി സംഘം കൂടിയായിട്ടുള്ള ഈശ്വർ മൽപ്പയുടെ 8 സംഘം ഈ മേഖലയിലേക്ക് എത്തി. അവർ മത്സ്യബന്ധന ബോട്ടുകൾ ഉൾപ്പെടെ എത്തിച്ച് പരമ്പരാഗത രീതികൾ ഇവിടെയുള്ളത് അവലംബിച്ച് അത്തരത്തിൽ അവർ ആഴങ്ങളിലേക്ക് ഊളിയിട്ട് നോക്കി. പക്ഷേ അപ്പോഴൊന്നും തന്നെ നമ്മുടെ പ്രതീക്ഷകൾക്ക് നിറം പകരുന്ന ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇനിയുള്ള ആകെയുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ CP3 എന്ന് പറയുന്ന കോൺടാക്ട് പോയിന്റ് 3 എന്ന് രേഖപ്പെടുത്തിയ ആ മേഖലയിൽ അദ്ദേഹത്തിന് എന്തോ ഒരു സംശയം
രൂപപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആ വെള്ളത്തിൻ്റെ ഏതാണ്ട് ഉപരിതലത്തിലേക്ക് എത്തി നിൽക്കാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹം അവിടെ നിൽക്കുന്നതും അവിടെയുള്ള മണ്ണ് കാലുകൊണ്ട് തട്ടി നീക്കുന്നതുമൊക്കെ നമ്മൾ ഇന്നലെ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ആ മുള സ്ഥാപിച്ചിരിക്കുന്നത്. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന ഇന്ന് നടക്കും. ഒപ്പം തന്നെ ആ പരിശോധന വൈകിട്ട് വരെ തുടരുമെന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്.